എന്താണ് താമസം? ഞാനേ പമ്പ് കയറിയതാ, ഭയങ്കര ക്യൂ പെട്രോൾ. അപ്പൊ നാളെ വീണ്ടും വില കൂടാൻ പോയിരിക്കും. കേറ്. ഇറങ്ങേ. എടാ ക്ലീറ്റോ, ഞാൻ അവനോട് കല്യാണം പറഞ്ഞാൽ കേട്ടോ, കണ്ട് പറഞ്ഞില്ലേ? പറഞ്ഞില്ലായിരുന്നു, ഫോൺ ചെയ്തില്ലായിരുന്ന? ഞാൻ പറഞ്ഞിട്ട് അവനൊരു മൈൻഡ് ചെയ്യണ്ട, എന്നെ അറിയാത്ത പോലെ. ക്ലീറ്റോ, ക്ലീറ്റോ, ഇവനിതോടെ പോയി. വാ. എടച്ചേ, ഇവളിപ്പോ ഇവിടെ നിന്നല്ലേ? ഇത്ര പെട്ടെന്ന് കാണാണ്ടേ പോയോ? എടാ അത് വേറെ ഒന്നല്ലേ, ഞാൻ അവനെ കണ്ട് പറഞ്ഞില്ലെങ്കിലേ ഓൻ എന്തെങ്കിലും കച്ചറ ഉണ്ടാക്കിട്ട് ആ തങ്കത്തിനെയും തക്കളിമോളെയും വരാൻ. ഞാൻ കൊണ്ടുവരാം, അവരെല്ലാം വരും. നീ എന്നാലും അച്ഛൻ ഇപ്പൊ അവിടെ നിന്നാടാ. ഒരു ബിരിയാണി ഇട്ട കളയില്ലോ. നീ ഭയങ്കര ധൈര്യശാലിയല്ലേ? ഞാൻ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം കയറി നോക്കിയത്. പേടിച്ചോ? പേടിച്ചല്ലേ? പേടിച്ചു. പിള്ളേര് കളിയാ ക്ലീറ്റോന്. അങ്ങനെ ഇപ്പം എന്നെ നേരിട്ട് കണ്ട് കല്യാണം വിളിക്കും. നീ അവൻ്റെ കുഞ്ഞമ്മയുടെ മോളെ കല്യാണം വിളിച്ചിട്ട് കല്യാണത്തിന് പോകണം, കുറേ പൈസ ഞാൻ ചിലവാക്കണം. ഓ ഇല്ല ഒന്നുമില്ല. ഒരു പണിയില്ലെങ്കിൽ ഇതെടുത്ത് വെയിലത്തോട്ടിടാവാ. മീറ്റിംഗ് ഉണ്ട് തങ്ങാടി. ഞാൻ ആലോചിക്കുകയാണ്, ഓരോരുത്തർ വന്ന് കല്യാണം വിളിച്ചിട്ട് അങ്ങ് പോകും. വിളിക്കുന്നവർക്ക് വിളിച്ചു കഴിയുമ്പോൾ അവരുടെ പരിപാടി അങ്ങ് കഴിഞ്ഞ്. ഈ വന്ന് പോകേണ്ടവൻ്റെ അവസ്ഥ ആലോചിക്കണ്ട. അവൻ എങ്ങനെ പോകും, എങ്ങനെ വരും, ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല. നമ്മളിനി ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയെടുത്ത് ഈ കല്യാണത്തിന് വണ്ടി വിളിച്ച്, പിന്നെ പെണ്ണുങ്ങൾക്ക് സാരി എടുത്ത്, പിന്നെ കല്യാണത്തിന് എന്തെങ്കിലും കൊടുത്ത് എത്ര രൂപ ചിലവാകുമെന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ അളെ, ഇത് ലോക നടപ്പ് ഇങ്ങനെയാണ്. നിന്നെ മാത്രമല്ലല്ലോ അവർ കല്യാണത്തിന് വിളിക്കുന്നത്, ഇതുപോലെ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആൾക്കാർ ഇതുപോലെ ബുദ്ധിമുട്ടിയാണ് കല്യാണത്തിന് പോകുന്നത്. എന്നാലും ഈ പറഞ്ഞില്ലേ, ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു വല്ലാത്തൊരു ഇത് തന്നെ കേട്ടാ. ഇവിടെ നിനക്ക് അത്ര ബുദ്ധിമുട്ടാണ്, നീ പോകണ്ടെന്നാ നോക്കണം. അത്രയല്ലേ ഉള്ളൂ, സംഭവം തീർന്നല്ലോ. അങ്ങനെ ഇതിപ്പോൾ അങ്ങനെ ഒഴിവാക്കാൻ പറ്റൂലേ. ആരെ കല്യാണം? നമ്മളെ ലെവനില്ലേ, മറ്റേ ഫാസില്, കനകൻ്റെ കൂട്ടുകാരായി, അവൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോളുടെ കല്യാണം. അത് ശരി. അതങ്ങ് കൊല്ലത്ത് വെച്ചാ. ആളെ എന്നെ വിളിച്ചില്ലല്ലോ. നിന്നെ വിളിച്ചു കാണില്ല, ഭാഗ്യമല്ലടാ. വിളിച്ചില്ലേ രക്ഷപ്പെട്ടില്ലേ? നിനക്കിനി പോകണമെന്ന് ഭയങ്കര മോഹം. ഞാൻ പറഞ്ഞു വിളിപ്പിക്കാം. ഒരു ബിരിയാണി അടിക്കായിരുന്നു. ഓ അതല്ലേ, ഞാൻ വേറൊരു കാര്യമുണ്ട്. പിന്നെ ഞാനിപ്പോൾ എന്തായാലും അവന് പിടി കൊടുത്തിട്ടില്ല, എന്നെ നേരിട്ട് ഇതുവരെ വിളിച്ചിട്ടില്ല. ഞാൻ തങ്കത്തിനടുത്ത് പറയും എന്നെ നേരിട്ട് വിളിക്കാതെ ഞാൻ പോകില്ല എന്നിങ്ങനെ നമ്പർ അടിച്ച് നിൽപ്പുണ്ട്. ഒഴിവായാൽ മതി. അല്ല സംഗതി അല്ലടാ, എല്ലാവരും കൂടെ പോകുമ്പോൾ ഇനി ഞാനായിട്ട് ഇടംകോല് നിൽക്കണ്ടെന്ന് വെച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ, ഇത് എൻ്റെ അളിയൻ്റെ നിലപാട് എന്താണെന്ന് നോക്കട്ടെ. കല്യാണത്തിൻ്റെ പൈസയൊക്കെ അവൻ്റെ കൂട്ടുകാരനല്ലേ, അല്ല അതവൻ കൊടുക്കും, അത് കൊടുക്കണം. പിന്നെ വണ്ടിയുടെ കാശുമൊക്കെ എങ്ങനെയാണ് നോക്കട്ടെ, അതൊക്കെ ചിലവാക്കുമോ നോക്കിയിട്ട് ഞാൻ പോകണോ വേണ്ടതെന്ന് തീരുമാനിക്കാം. പിന്നെ വേറൊരു കേസ് നിൻ്റെ അടുത്ത് പറയാനുള്ളത്, എനിക്ക് നീ ഒരു സഹായം ചെയ്യണം. നിൻ്റെ മാമാടെ മറ്റേ ഇന്നോവ കിടക്കണില്ലേ നിൻ്റെ, മറ്റേ സിംഗപ്പൂർ മാമാരാ, ആ ഇന്നോവ വെറുതെ കിടക്കല്ലേ അളിയാ, കല്യാണത്തിന് പോവാൻ നീ അത് ചിലപ്പോൾ എനിക്കൊന്ന് തരേണ്ടി വരും. എന്തായാലും അളിയൻ വണ്ടിയുടെ കേസ് എന്നെ തന്നെ ഏൽപ്പിക്കും കേട്ടോ. അപ്പോൾ ഞാനത് റെൻറ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ കയറ്റി പറയും. നീ ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്ത് തരണം. മാമാടത്ത് എന്തെങ്കിലും പറയണം, ഇങ്ങനെ എൻ്റെ അളിയനോ അല്ലെങ്കിൽ വേണ്ട അളിയൻ്റെ അമ്മയ്ക്ക് ചെക്കപ്പിന് കൊണ്ടുപോകണമെന്ന് ആശുപത്രി കേസ് പറഞ്ഞു. നിനക്ക് ഞാൻ വല്ലതും തരടേ അതിന്ന്. നിന്റെ വീട്ടിൽ നിന്ന് കല്യാണത്തിന് പോകുന്നതിന് ഞാൻ വണ്ടി അറേഞ്ച് ചെയ്ത് തരണം, അതിനകത്തുനിന്ന് കമ്മീഷൻ നിനക്ക് വേണം. നീ അങ്ങനെ വർത്താനം പറയാം. കമ്മീഷനൊന്നും അല്ല, ഞാൻ വണ്ടി ഓടിച്ചു പോകേണ്ട ഞാനല്ലേ ഡ്രൈവർ. അപ്പോൾ എനിക്ക് വേറെ ശമ്പളം, ഒരു ഡ്രൈവറെ വെച്ചാൽ പൈസ കൊടുക്കണ്ടേ. അപ്പോൾ ആ പൈസയൊക്കെ ഒഴിവാക്കിയിട്ട് കല്യാണത്തിന് എനിക്ക് കയ്യിൽ നിന്ന് പൈസ ചിലവാതെങ്കിലും പോയിട്ട് വരണ്ടേ. എന്നെ പോലെ ഒരു പ്രമുഖൻ ചുമ്മാ കയറി അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? എൻ്റെ ആളെ നിന്നെ സമ്മതിച്ച്. അല്ലെ ഇതിന് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പേരാണ് കമ്മീഷൻ. ഡേ നീ അത് ഇതൊന്നും പറയണ്ട. വണ്ടി ഒപ്പിച്ചു തരാൻ പറ്റുമല്ലേ? എനിക്ക് വേറെ വണ്ടികളുണ്ട്. പറ്റുമോ നിനക്കിപ്പോൾ? വണ്ടിയൊക്കെ ഞാൻ ഒപ്പിച്ചു തരുന്നു. ആ നിനക്ക് വല്ലതും തരാം. Alien versus Alien.